സ്കില്ലുകൾ ആഡ് ചെയ്തുകൊണ്ട് നമ്മളുടെ ജോലിനെ ഒന്നും കൂടെ നമുക്ക് സുഗമമാക്കാൻ നോക്കുക. റിപ്പീറ്റഡ് ആയിട്ടുള്ള ജോബ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ബോറിങ് സാധാരണമാണ്. ഒരേ ഓഫീസ് ലെവലിലോട്ട് ഡെയിലി നമ്മൾ ഒരേ കാര്യങ്ങൾ ചെയ്യുന്നു, ഒരേ ആൾക്കാരെ വീണ്ടും കാണുന്നു. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് അത്രയും വലിയ മോട്ടിവേഷനൊക്കെ കേട്ടിട്ട് വലിയ ജോബൊക്കെ ഇട്ടെറിഞ്ഞിട്ട് വേറെ പാഷൻ്റെ പുറത്ത് പോകുക എന്ന് പറയുന്നത് അത് ലോജിക്കല്ല. ഇതിനേക്കാളും പ്രഷർ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടി നമ്മൾ എന്തിനാണ് നമുക്ക് ഇഷ്ടമില്ലാത്ത ജോബ് നമ്മൾ ചെയ്യരുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ജോബ് എനിക്ക് ഇഷ്ടപ്പെട്ട മേഖലയാണെന്നുകൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് തന്നെ പഠിച്ചുകൊണ്ട് അടുത്തതിലോട്ട് ബുദ്ധിപൂർവമായിട്ടുള്ള നീക്കമാണ് വേണ്ടത്. നമ്മൾ സത്യത്തിൽ സ്റ്റഡി ചെയ്യുക, എനിക്ക് എന്താണ് പ്രോബ്ലംസ്, എനിക്ക് ഇപ്പോൾ ഉള്ള ഈ പ്രോബ്ലംസ് എന്താണ്, ഇത് ടെമ്പററി ആണോ അല്ല ഇത് പെർമനൻ്റ് ആയിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടോ, ഇത് എപ്പോഴും എനിക്ക് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടോ, ആവശ്യമില്ല. അന്നേരം നിങ്ങൾ ഒഴിവാക്കണം. നിങ്ങൾക്ക് പറ്റാത്തൊരു ജോബുമായിട്ട് ഉരുട്ടി കൊണ്ടുപോകുന്നതിൽ ഒരു അർത്ഥമില്ല. കാരണം മാനസികമായിട്ടുള്ള ഹാപ്പിനെസ്സിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പുതിയ സ്കില്ല് പഠിച്ചെടുക്കണം. ഇവിടെ നിന്നുകൊണ്ട് തന്നെ ആ ജോബ് റിസൈൻ ചെയ്യാതെ നിങ്ങൾ ഏത് മേഖലയോട്ടാണ് പോകാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആ മേഖല നിങ്ങൾ തിരഞ്ഞെടുക്കൂ. എന്നിട്ട് നിങ്ങൾ പതുക്കെ അതിനെ ഡെവലപ്പാക്കി കൊണ്ടുവന്ന് അതിലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ ഈ ജോബ് നിങ്ങൾക്ക് റിസൈൻ ചെയ്യാം ഈസി ആയിട്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും തന്നെ ഇഷ്ടമില്ലാത്ത ജോബിൽ തുടരാതിരിക്കുന്നതാണ് നല്ലത്. അത് മാനസികമായിട്ട് നമ്മളെ ഒരുപാട് തളർത്തി കളയും. ഇന്നത്തെ കാലത്ത് അവസരങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ഈ സ്വപ്നം കണ്ടുകൊണ്ട് കണ്ടുകൊണ്ട് എന്ത് ചെയ്യരുത്, ഒരിക്കലും നിങ്ങൾ അല്ലെങ്കിൽ മോട്ടിവേഷൻസിൽ കുടുങ്ങിപ്പോയിട്ട് ഒറ്റയടിക്ക് എടുത്തിട്ട് ചാടരുത് എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഇതെല്ലാം ഒരു ബാലൻസിങ് ആയി കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്.